വെൽക്കം ടു കിഡ്സീരിയ ഓൺലൈൻ. എല്ലാവരും LSS എക്സാം കഴിഞ്ഞിട്ടിരിക്കുവാണല്ലേ? അപ്പോൾ ആൻസേഴ്സ് ഒക്കെ നമുക്ക് നോക്കിയാലോ? റെഡിയാണോ? യെസ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് ആനുവൽ എക്സാം സ്റ്റാർട്ട് ചെയ്യുവാണ്. ആനുവൽ എക്സാമിന്റെ സ്പെഷ്യൽ ക്ലാസ്സസ് കിഡ്സീരിയ ഓൺലൈൻ നൽകുന്നുണ്ട്. 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് കിഡ്സീരിയ ഓൺലൈൻ സ്പെഷ്യൽ ക്ലാസ്സസ് നൽകുന്നത്, എക്സാം സ്പെഷ്യൽ ക്ലാസ്സസ് നൽകുന്നത്. അതല്ലാതെ 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ട്യൂഷന് നൽകുന്നുണ്ട്. കേരള സ്റ്റേറ്റ് സിലബസ് ട്യൂഷൻ 1ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് കിഡ്സീരിയ ഓൺലൈൻ നൽകുന്നു. LKG UKG റെഗുലർ ക്ലാസ്സസും അതുപോലെ റെക്കോർഡ് ക്ലാസ്സസും ഒക്കെ കിഡ്സീരിയ ഓൺലൈൻ നൽകുന്നുണ്ട്. നിങ്ങൾ വിദേശത്താണെങ്കിലും എവിടെയാണെങ്കിലും LKG UKG ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. അതുപോലെ വെക്കേഷനിൽ മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി ബേസിക് റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് ക്ലാസ്സസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ വേഗത്തിൽ തന്നെ ജോയിൻ ചെയ്തോളൂ. സൂമിൽ ലൈവായിട്ട് ക്ലാസ് വരുന്നുണ്ട്, റെക്കോർഡ് ക്ലാസ്സസും ഉണ്ട്. ഓക്കെ, ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 9746487799 ഈ വാട്സ്ആപ്പ് നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കാവുന്നതാണ്. അല്ല എങ്കിൽ നിങ്ങൾക്ക് വിളിച്ചും അന്വേഷിക്കാം. കൂടുതലും വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാണ് നമുക്ക് എളുപ്പം. അപ്പോൾ അതങ്ങനെ ചെയ്യുന്നത് നല്ലതായിരിക്കും. 4:30 വരെയാണ് ഓഫീസ് ടൈം. അതിനുള്ളിൽ നിങ്ങൾക്ക് റിപ്ലൈ നൽകുന്നുണ്ടാകും, അല്ലെങ്കിൽ തൊട്ടടുത്ത ദിവസം നിങ്ങൾക്ക് റിപ്ലൈ നൽകുന്നുണ്ടാവും. LSS പരീക്ഷ ഫെബ്രുവരി 2025. 1ാം ഭാഷ മലയാളമായിരുന്നു. പേപ്പർ 1 മലയാളമായിരുന്നു. അതിൽ ആദ്യത്തെ 5 ചോദ്യങ്ങൾക്ക് ഒറ്റ വാക്യത്തിൽ അല്ലെങ്കിൽ വാചകത്തിൽ ഉത്തരം എഴുതുക. ഓരോന്നിനും ഓരോ സ്കോർ വീതമാണ്. 1ാമത്തെ ചോദ്യം, ആരെല്ലൻ ഗുരുനാഥർ പാരിതിലെല്ലാം എന്നെ പഠിപ്പിക്കുന്നതുണ്ടോ? ഈ വരികൾ ആരുടേതാണ്? ഇത് ആരെഴുതിയ വരികളാണ്? ഇത് എഴുതിയത് ആരാണ്? ഇത് എഴുതിയത് ഒളപ്പമണ്ണയാണ്. ഈ വരികൾ എഴുതിയത് ഒളപ്പമണ്ണയാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ ആൻസർ ഒളപ്പമണ്ണയായിരുന്നു. ഇതിന്റെ ഉത്തരം ഒളപ്പമണ്ണയുടെ വരികളാണ് ഇത്. ഓക്കെ, എല്ലാവരും എഴുതിയല്ലോ. 2ാമത്തെ ചോദ്യം, ആകാശത്തിങ്ങനെ എണ്ണി ചുമ്മാ മാഴ് കൊല്ല എന്നോമലുണ്ണി എന്ന വരിയിൽ മാഴുകുക എന്ന വാക്കിന്റെ അർത്ഥം എന്ത്? മാഴുകുക എന്ന് പറഞ്ഞാൽ എന്താ? ദുഃഖിക്കുക എന്നതാണ് രണ്ടാമത്തതിന്റെ ഉത്തരം. 3ാമത്തത് 4ാം ക്ലാസ്സിലെ പാഠഭാഗവും അത് ഉൾപ്പെട്ടിട്ടുള്ള കൃതിയുടെ പേരുമാണ്. ശ്രദ്ധിക്കുക, കൃതിയുടെ പേരായിരുന്നു കേട്ടോ. എല്ലാവരും ശരിയായി എഴുതിയിട്ടുണ്ടാവും. വെണ്ണക്കണ്ണൻ കൃഷ്ണഗാഥയിൽ നിന്നുമാണ്. പത്തായം ഓർമ്മയിലെ കൃഷിക്കാഴ്ചകൾ, മലയാളം വള്ളത്തോൾ കവിതകളിൽ നിന്നായിരുന്നു. സ്നേഹം താൻ ശക്തി എന്തിൽ നിന്നുമായിരുന്നു? ഇത്തിരി കാര്യം. സ്നേഹം താൻ ശക്തി ഇത്തിരി കാര്യം എന്നതിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. എല്ലാവരും എഴുതിയില്ലേ? ഓക്കെ. 4ാമത്തെ ചോദ്യം, കാളകൾ അകന്നു പോകാതിരിക്കാനും കലപ്പ ഉറപ്പിക്കാനുമായി ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? നുകം കെട്ടുക എന്ന് പറയില്ലേ, നുകം. 4ാമത്തെ ഉത്തരം നുകമായിരുന്നു. 5ാമത്തത് പച്ച പ്ലസ് പുൽമേട്. എങ്ങനെ എഴുതുക? പച്ച പ്ലസ് പുൽമേട്. പച്ചപ്പുൽമേട്. ച കൂട്ടക്ഷരം പാവരും. പച്ചപ്പുൽമേട്. എല്ലാരും കറക്റ്റായിട്ട് എഴുതിയായിരുന്നോ? പച്ചപ്പുൽമേട്. യെസ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. 6ാമത്തെ ചോദ്യം, ഭൂമിയെ സംബന്ധിച്ച എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിരുന്ന വാക്കേത്? ഓപ്ഷൻ എ ഭൗതികം, ഭൗമം, ഭാസുരം, അഭൗമം. ഉത്തരം ഭൗമം ആണ്. 7ാമത്തെ ചോദ്യം, ചേട്ടാ പാവം മൈന, എന്തിനാണ് അതിനെ കൊല്ലുന്നത്? ലൈല പറഞ്ഞതിന്റെ അർത്ഥം നല്ലതുപോലെ മനസ്സിലായിട്ട് എന്നതുപോലെ ആ കിളി ഈണത്തിലൊരു പാട്ടുപാടി. അടിവരയിട്ട വാക്യത്തിൽ വിട്ടുപോയ ചിഹ്നം ഏതാണ്? വിട്ടുപോയ ചിഹ്നം ഏതായിരുന്നു? ഡബിൾ കോട്ട്സ് ആയിരുന്നു കേട്ടോ. ഇതായിരുന്നു ശരി ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 8ാമത്തെ ചോദ്യം, അതിരില്ലാത്ത ആവേശത്തോടെ ജയഘോഷം മുഴക്കിയാണ് വള്ളംകളിയിൽ 1ാമതെത്തിയ ചുണ്ടൻ വള്ളത്തെ ജനങ്ങൾ സ്വീകരിച്ചത്. അതിരില്ലാത്ത എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാവുന്ന പദമേത്? അപാരം, അനുബന്ധം, ആമോദം, അനുവാസരം. ഇവിടെ ആമോദമാണ് ശരി ഉത്തരം. സന്തോഷം. ആമോദം എന്ന് പറഞ്ഞാൽ സന്തോഷം. സന്തോഷത്തോടെയാണ് ആളുകൾ സ്വീകരിച്ചത്. ആമോദമാണ് ശരി ഉത്തരം. ഓക്കെ, 9ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ശരിയായി എഴുതിയ പദം ഏത്? ശരിയായിട്ടുള്ള പദം ഏതാണ്? ഇതിൽ ശരിയായിട്ടുള്ള പദം ഏതാണ്? ഡി ആയിരുന്നു. പ്രതിധ്വനി ആയിരുന്നു ശരിയായിട്ടുള്ള ഉത്തരം. ഓക്കെ, അടുത്ത 10ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. കൂട്ടത്തിൽ ചേർക്കാവുന്ന വാക്കേത്? കൂട്ടത്തിൽ ചേർക്കാവുന്ന വാക്ക്
അക്ഷി, ലോചനം, നയനം എന്നൊക്കെ പറയുന്നത് കണ്ണാണ്. കണ്ണിനെ കുറിച്ചുള്ള മറ്റൊരു വാക്ക് ഏതാണ്? മിഴിയാണ്. കണ്ണിനെ കുറിച്ചുള്ള മറ്റൊരു വാക്ക് ഏതായിരുന്നു? മിഴി. മിഴിയായിരുന്നു ശരിയായ ഉത്തരം. ഇപ്പോൾ 10 ചോദ്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി 11ാമത്തെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ഇവിടെ ഒരു കവിത നൽകിയിട്ടുണ്ട്. അച്ഛനും അമ്മയും എന്ന് പറഞ്ഞൊരു കവിത നൽകിയിട്ടുണ്ട്. അക്കിത്തം അച്യുതൻ നമ്പൂതിരിയുടെ കവിതയാണ്. ഇതിൽ എ ക്വസ്റ്റ്യൻ, ഉച്ചവെയിലിന് ചൂടുണ്ടാവുന്നത് എന്തുകൊണ്ടെന്നാണ് കവി പറഞ്ഞിരിക്കുന്നത്? ഉച്ചയ്ക്കാ വെയിലിന് ചൂടുണ്ടായിരുന്നത് അച്ഛന്റെ ചിന്ത കൊണ്ടാണല്ലോ. ഉത്തരം എന്താ? അച്ഛന്റെ ചിന്ത കൊണ്ടാ. ബി ക്വസ്റ്റ്യൻ, അമ്മയുടെ കണ്ണുനീരാണ് ആകാശത്തിൽ നക്ഷത്രങ്ങളായി മാറുന്നത് എന്ന് പറഞ്ഞിരിക്കുന്ന വരികൾ ഏവാ? അന്തിക്കും മാനത്തും മിന്നുന്ന നക്ഷത്രം അമ്മതൻ കണ്ണുനീരാണല്ലോ. ഇതാണ് ഉത്തരം. സി ആസ്വാദന കുറിപ്പ് എഴുതാനായിരുന്നു. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. 12ാമത്തെ ചോദ്യം, ഒരാളുടെ ജീവിത കഥ അയാൾ തന്നെ എഴുതിയാൽ അതിന് പറയുന്ന പേരെന്ത്? ആത്മകഥ. എല്ലാവരും എഴുതിയല്ലോ, ആത്മകഥ. ബി ക്വസ്റ്റ്യൻ, പൂക്കളില്ലാതെ പുലരിയില്ലാതെ ആർദ്രമേതോ വിളിക്കു പിന്നിലായി പാട്ടുമൂളി ഞാൻ പോകവേ നിങ്ങൾ കേട്ടു നിന്നുവോ തോഴരെ നന്ദി നന്ദി. അപ്പൊ സുഗതകുമാരിയുടെ ഒരു ചെറിയൊരു എഴുതിയിട്ടുള്ള ചെറിയ കുറച്ച് വരികളാണ്. ഈ കവിതയിൽ ചങ്ങാതിമാർ എന്ന അർത്ഥത്തിൽ പ്രയോഗിച്ചിരിക്കുന്ന വാക്ക് ഏതാണ്? തോഴരെ. തോഴരെയാണ് ചങ്ങാതിമാർ എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്ന സൂചനകൾ ഉപയോഗപ്പെടുത്തി ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കുക. സുഗതകുമാരിയെ കുറിച്ചായിരുന്നു ജീവചരിത്രക്കുറിപ്പ് തയ്യാറാക്കാനുള്ളത്. 3 മാർക്കായിരുന്നു. അതായിരുന്നു അതിലുള്ള സി ക്വസ്റ്റ്യൻ. അടുത്തത് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷിലേക്ക് പോവാം. ഇംഗ്ലീഷിൽ ഇവിടെ ചെറിയൊരു പാസേജ് ഉണ്ട്. എ ഫുൾ മൂൺ വാസ് റൈസിംഗ്. ലിറ്റിൽ സ്റ്റാർസ് വെയർ ബ്ലിങ്കിങ് ടു ഗ്രീറ്റ് ദ മൂൺ. A soft wind carried the fragrance of wildflowers into the room. From the distant skies, I once heard the song of a nightingale. A soft wind carried the fragrance of wildflowers. ചെറിയ മന്ദമായ കാറ്റ് എന്ത് ചെയ്യുന്നു? പൂക്കളുടെ ആ മണം, കാട്ടുപൂക്കളുടെ മണം റൂമിലേക്ക് കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. ഇവിടെ which term can be used instead of soft wind? സോഫ്റ്റ് വിൻഡ് എന്നായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ഏതാണ്? സ്റ്റോം ആണോ? നോ, കൊടുങ്കാറ്റല്ല. ഗെയിലാണോ? ബ്രീസ് ആണോ? സൈക്ലോൺ ആണോ? ഏതാണ്? ബ്രീസ്. ബ്രീസിന് മന്ദമായ കാറ്റ്, മന്ദം. ഓക്കെ. ബി, മേക്ക് എ മീനിങ് വേർഡ് യൂസിങ് ദ ലെറ്റർ ഗിവൺ ആൻഡ് കംപ്ലീറ്റ് ദ സെന്റൻസ്. ഇവിടെ ഒരു വാക്ക് തെറ്റിച്ച് നൽകിയിട്ടുണ്ട്. അതിന് മീനിങ് ഫുൾ വേർഡ് ആക്കണം. ഇതിൽ തന്നെ ഉണ്ട്. എന്തായിരുന്നു? ഷീ ലൈക്സ് ദ ഫ്രാഗ്രൻസ് of jasmine flowers. അതായിരുന്നു ഉത്തരം. സി ക്വസ്റ്റ്യൻ, the above passage is a description of a night scene that King Ivan saw through his window. If it was in the morning, what could be the scene? Describe ചെയ്യാനാണ് കേട്ടോ. ബി സി ക്വസ്റ്റ്യൻ ആയിരുന്നത്. 14ാമത്തെ ചോദ്യം പാസേജ് ആണ്. താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഗുലാബ് ജാമുൻ, രസഗുള, ബർഫി, ജിലേബി ലഡു held a hawker at the entrance. He called out the passers-by. Many colored sweets decorated with leaves of silver and gold were seen. The child stared open-eyed and his mouth watered. അപ്പോൾ ഒരു കുട്ടി എന്താണ് അതുവഴി നടന്നു വന്നപ്പോൾ ഒരു കുട്ടി നടന്നു വന്നപ്പോൾ ഒരു എൻട്രൻസിന്റെ അടുത്ത് നിന്നിട്ട് വിളിച്ചലറുകയാണ്. ഗുലാബ് ജാമുൻ, രസഗുള എന്നൊക്കെ വിളിക്കുകയാണ്, ജിലേബി എന്നൊക്കെ വിളിക്കുകയാണ്. അടുത്തൂടെ അവിടെ പോയവരെല്ലാവരും വിളിക്കുന്നുണ്ട്. അപ്പോൾ നോക്കിയപ്പോൾ എന്താണ്, നിറച്ച് സിൽവർ കളറിലും ഗോൾഡ് കളറിലും ഒക്കെ ഇലകളൊക്കെ ഉണ്ടാക്കി ഡെക്കറേറ്റ് ചെയ്ത സ്വീറ്റ്സ് ആ കുട്ടി കണ്ണു തുറന്ന് നോക്കിയപ്പോൾ കണ്ടു. അപ്പോൾ വായിൽ വെള്ളം വന്നു. The child stared open-eyed. Which emotion of the child is indicated here? ഇവിടെ വണ്ടർ, അത്ഭുതത്തോടെ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഇത്രയും സ്വീറ്റ്സോ, നല്ല അലങ്കരിച്ചിട്ടുള്ള ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള സ്വീറ്റ്സ്. വണ്ടർ, അത്ഭുതപ്പെട്ടു പോയി. ഓപ്ഷൻ 3 ആണ് കേട്ടോ. ഇതാണ് ആൻസർ, വണ്ടർ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹിസ് മൗത്ത് വാട്ടേർഡ്. വൈ? എന്തുകൊണ്ടാണ് മൗത്ത് വാട്ടേർഡ് ആയത്? ഹി വാഷ്ഡ് ഹിസ് മൗത്ത്, ഹി വാസ് സ്പിറ്റിംഗ്, ഹി വിഷ്ഡ് ടു ഈറ്റ് ദ സ്വീറ്റ്സ്, വാട്ടർ ഫെൽ ഓൺ ഹിസ് മൗത്ത്. എന്താണ് ഉത്തരം? ഹി വിഷ്ഡ് ടു ഈറ്റ് ദ സ്വീറ്റ്സ്. ആ മധുരം കഴിക്കാൻ ആഗ്രഹിച്ചിട്ടാണ് വായിൽ വെള്ളം വന്നത്. ഓക്കെ, അതിൽ സി ക്വസ്റ്റ്യൻ നോക്കാം. കോൺവെർസേഷൻ ആണ്. The child went near the sweet shop. He looked at the sweets there. The shopkeeper saw the child. Write the conversation between the child and the shopkeeper. ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സി ക്വസ്റ്റ്യൻ. ഓക്കെ, അങ്ങനെ ഇംഗ്ലീഷ് കഴിഞ്ഞു. അടുത്ത ജി കെ ആണ്. ജി കെയിൽ നിന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നത്
നാലുകെട്ട് രചിച്ചത് ആരാണ്? ആരാണ് നാലുകെട്ട് എഴുതിയത്? MT വാസുദേവൻ നായർ. ഒന്നാമത്തതിന്റെ ഉത്തരം MT വാസുദേവൻ നായർ. നാലുകെട്ട് MT വാസുദേവൻ നായർ. 16th ക്വസ്റ്റ്യൻ. ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ, ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ കേന്ദ്രത്തിന്റെ ചെയർമാൻ, ഇപ്പോഴുള്ള ചെയർമാൻ ആരാണ്? വി നാരായണൻ. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം, വി നാരായണൻ. ഓക്കെ, 17th ക്വസ്റ്റ്യനിലേക്ക് പോവാം. 17th ക്വസ്റ്റ്യൻ. ചുവടെ നൽകിയിട്ടുള്ളവയിൽ വിമാനത്താവളം ഇല്ലാത്ത കേരളത്തിലെ ജില്ല. വിമാനത്താവളം ഇല്ലാത്തതാണ് ചോദിച്ചത് കേട്ടോ, ജില്ലയാണ് ചോദിച്ചത്. ശ്രദ്ധിക്കുക, ജില്ലയാണ് ചോദിച്ചത്. അപ്പൊ കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളം എവിടെയാണ്? മലപ്പുറം ജില്ലയിലാണ്. എറണാകുളം, തിരുവനന്തപുരം. കോഴിക്കോടാണ് ഇപ്പോ ഇല്ലാത്തത്, കാരണം കോഴിക്കോട് വിമാനത്താവളം മലപ്പുറത്താണ് ഇപ്പൊ ഇരിക്കുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 18. ഇന്ത്യയിൽ സെപ്റ്റംബർ 5 അധ്യാപക ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനത്തിലാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഉത്തരം ഓപ്ഷൻ സി, ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് ശരി ഉത്തരം. 19ാമത്തെ ചോദ്യം. ഓമന തിങ്കൾ കിടാവോ നല്ല കോമള താമര പൂവോ എന്ന് തുടങ്ങുന്ന പാട്ട് രചിച്ചത് ആരാണ്? രചിച്ചത് ഇരയിമ്മൻ തമ്പി. സോതി തിരുനാളിന് വേണ്ടിയാണ്, അപ്പൊ രചിച്ചത് ഇരയിമ്മൻ തമ്പിയാണ്. 19ാമത്തെ ചോദ്യം. 20ാമത്തെ ചോദ്യം. പ്രായം കുറഞ്ഞ ലോക ചെസ് ചാമ്പ്യൻ ആര്? പ്രായം കുറഞ്ഞ ലോക ചെസ് ചാമ്പ്യൻ ഡി ഗുഗേഷ് ആയിരുന്നു. ഡി ഗുഗേഷ് ആണ് ശരിയായ ഉത്തരം. ഓക്കെ, 21ാമത്തെ ചോദ്യം. നൃത്തത്തിനും അഭിനയത്തിനും സംഗീതത്തിനും മുദ്രയ്ക്കും ഒരുപോലെ പ്രാധാന്യമുള്ളതും കലകളുടെ രാജാവ് എന്നറിയപ്പെട്ടതുമായ കലാരൂപം ഏതാണ്? കഥകളി. കഥകളിയാണ് ശരി ഉത്തരം. കലകളുടെ രാജാവ് കഥകളിയാണ് ശരിയായ ഉത്തരം. ഓക്കെ, 22ാമത്തെ ചോദ്യം. 2024 ഉരുൾപൊട്ടൽ ഉണ്ടായ മുണ്ടക്കൈ, ചൂരൽമല, പുഞ്ചിരിമറ്റം പ്രദേശങ്ങൾ കേരളത്തിലെ ഏത് ജില്ലയിൽ ഉൾപ്പെടുന്നു? ഉത്തരം വയനാടാണ്. 22ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വയനാട്. 23ാമത്തെ ചോദ്യം. ഇന്ത്യയുടെ കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനം ഏത്? അരുണാചൽ പ്രദേശ്. 23ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം അരുണാചൽ പ്രദേശ്. 24 ലാസ്റ്റ് ക്വസ്റ്റ്യൻ. മനുഷ്യ ശരീരത്തിലെ അരിപ്പ എന്നറിയപ്പെടുന്ന അവയവം ഏത്? മനുഷ്യ ശരീരത്തിലെ അരിപ്പ ഏതായിരുന്നു? കിഡ്നി, വൃക്കയായിരുന്നു ഉത്തരം. വൃക്ക, കിഡ്നി. ഓക്കെ, അപ്പൊ 24 ചോദ്യങ്ങളായിരുന്നു രാവിലെ ഉണ്ടായിരുന്ന LSS എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. എല്ലാ കുട്ടികളും നല്ലതുപോലെ എക്സാം എഴുതിയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ. Thank you, children.